നിന്നും നൽകേണ്ട മാന്യതയും അർഹമായ വേതനവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. കേരള ലേബർ മൂവ്മെന്റ് തൊഴിലാളി മഹാസംഗമം ചങ്ങനാശ്ശേരി SB കോളേജ് കാവുകാട്ട് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ക്രൈസ്തവ മൂല്യബോധം പകരുവാനും തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ മുന്നേറ്റം സൃഷ്ടിക്കുവാനും KLMന് കഴിയുന്നുണ്ടെന്ന് മാർ ജോസഫ് പെരുന്തോട്ടം അഭിപ്രായപ്പെട്ടു. തൊഴിലാളികളുടെ മാഹാത്മ്യത്തെപ്പറ്റിയും ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ പങ്കുവച്ചു. ആ രീതിയിൽ തൊഴിൽ മേഖലയെ വിശുദ്ധീകരിക്കുക എന്നുള്ള ദൗത്യമാണ് തൊഴിലാളികൾക്ക് ഉള്ളത്. തൊഴിൽ മേഖലയെ വിശുദ്ധീകരിക്കുക. അങ്ങനെ നിങ്ങളും പ്രേക്ഷിതരായി തീരുകയാണ്. നിങ്ങളും പ്രേക്ഷിതരാണ്. ആ ദൗത്യമാണ് KLMനുള്ളത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല മനസ്സ്, നിങ്ങൾ ത്യാഗശീലം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ദീർഘകാലമായിട്ട് തൊഴിലാളികളുമായിട്ടുള്ള ബന്ധത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ്. എന്തു ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളവരാണ്. പട്ടിണിയാണെങ്കിൽ പട്ടിണി കിടക്കും, എവിടെ വേണമെങ്കിലും പോകും, നടന്നു പോകും. ഒരു പ്രശ്നവും ഒരു പരാതിയുമില്ല. എനിക്ക് നേരിട്ട് എൻ്റെ അനുഭവം അതൊക്കെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെയാണെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പം അതിനേക്കാൾ എത്രയോ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ത്യാഗം അനുഷ്ഠിക്കുന്നതിൽ യാതൊരു പരിധിയുമില്ലാതെ ഇറങ്ങിത്തിരിക്കാൻ ഇത്രമാത്രം കെൽപ്പുള്ള, നിശ്ചയദാർഢ്യമുള്ള, മനനത്തേടമുള്ള ഒരു സമൂഹമാണ് ഈ തൊഴിലാളി സമൂഹം എന്ന് പറയുന്നത്. അവരെ പരിപൂർത്ത യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നവരാണ്. അവർ കട്ടിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള ചില സദ്ഗുണങ്ങളുണ്ട്. ആ രീതിയിൽ KLM ശക്തി പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ മെയ് ദിനത്തിൻ്റെ ആശംസകൾ. വികാരി ജനറൽ റെവറന്റ് ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. അതിരൂപതാ സഹായമെത്രാൻ മാർ തോമസ് തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ മാർ തോമസ് തറയിൽ ആശങ്ക രേഖപ്പെടുത്തി. നമ്മുടെ ഇന്ത്യ വലിയ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി, രണ്ടാമത്തേതായെന്നൊക്കെ പറഞ്ഞ് വീമ്പടിക്കുമ്പോഴും ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. അതിൽ നമ്മുടെ കേരളം വളരെയേറെ പിന്നിലാണ്. തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ ഏറെ പിന്നിലാണ്. തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ നമ്മളിങ്ങനെ കൂടിക്കൂടി വരിക. പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയാണ്. അവിടെയെല്ലാം നമുക്ക് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകാനും ധീരതയോടെ ജീവിക്കാനും ജീവിത സാഹചര്യങ്ങളെ നേരിടാനും എല്ലാം സാധിക്കും. കേരള ലേബർ മൂവ്മെന്റ് UTA ചെയർമാൻ ജോസഫ് ജൂഡ് മുഖ്യപ്രഭാഷണം നടത്തി. മികച്ച വനിതാ സംരംഭക ജിലുമോൾ മരിയറ്റ് തോമസിനെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. അതിരൂപത ഡയറക്ടർ ഫാദർ ജോൺ വടക്കേക്കളം ആമുഖ പ്രസംഗം നടത്തി. സഭയുടെ ഈ ഒരു KCBCയുടെ കീഴിൽ 8ഓളം തൊഴിലാളി ഫോറങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ സാധ്യമാണ്. അപ്പോൾ അങ്ങനെ നിരവധി പേർക്ക് പെൻഷനും മറ്റ് വിവിധ ആനുകൂല്യങ്ങളും ഒക്കെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ അത് നമ്മൾ കൂടുതൽ പേരിലേക്ക് അത് എത്തിക്കാനും, ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽപ്പെട്ടവരൊക്കെ ഇത് അറിയാതെ പോകുന്നത് കൊണ്ട് ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാതെ പോകുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ ഇന്ന് KLMലൂടെയൊക്കെ അതൊരു വലിയ മുന്നേറ്റം, ഒത്തിരി പേരെ ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുവാൻ, അർഹരായവർക്ക് അത് കൊടുക്കുവാനായിട്ട് ഈ ഒരു KLMന് കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജോളി നാൽപ്പതാകളം സ്വാഗതവും ജനറൽ കൺവീനർ സണ്ണി അഞ്ചൽ നന്ദിയും, അതിരൂപതാ സമിതി അംഗങ്ങളായ സാബു കോയിപ്പള്ളി, മിനി റോയ് എന്നിവർ ആശംസാ പ്രസംഗവും നടത്തി. കേരള ലേബർ മൂവ്മെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള KLM എക്സലൻസ് അവാർഡ് PC കുഞ്ഞപ്പനും KLM ലേബർ അവാർഡ് റിനിൽ വർഗീസിനും നൽകി മികച്ച പ്രവർത്തകരെ ആദരിച്ചു. ചങ്ങനാശ്ശേരിയെ വർണ്ണശബളമാക്കി മെയ്ദിന റാലിയും നടത്തപ്പെട്ടു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വിവിധ ദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ മെയ്ദിന സന്ദേശ റാലിയിൽ ആവേശപൂർവ്വം പങ്കെടുത്തു. ഉച്ചകഴിഞ്ഞ് 3:30 അരമനപ്പടിക്കൽ നിന്നും വികാരി ജനറൽ റെവറന്റ് ഡോക്ടർ ജെയിംസ് പാലക്കൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടത്തപ്പെട്ട റാലിയിൽ വിവിധ യൂണിറ്റുകളിൽ നിന്ന് വന്ന തൊഴിലാളി പ്രവർത്തകർ ഒരേ വേഷവിധാനത്തിൽ ചങ്ങനാശ്ശേരിയുടെ വീതിയിലൂടെ മുദ്രാവാക്യം മുഴക്കി നടന്നു നീങ്ങി. മെയ്ദിന റാലിയും തൊഴിലാളി മഹാസംഗമവും ഗംഭീരമായി നടത്തുന്നതിൽ മികച്ച സംഘാടക മികവ് ദൃശ്യമായിരുന്നു. ഷെക്കേന ന്യൂസ്, കോട്ടയം.